ഹരിടേ ഇത്തിരി വെള്ളം എടുത്തിട്ട് വാടേ. നിന്റെ വീടല്ലേ ഇത്തിരി എടുത്തിട്ട് വാ. വീട്ടിലെ ആവശ്യമില്ലാതെ ഇവന് കൊച്ചിയിൽ എന്തൊരു പരിപാടി എന്നറിയാമോ? സിനിമയ്ക്ക് സിനിമ അതൊക്കെ പുക മറ. കൊച്ചിയിലാണ് ഏറ്റവും കൂടുതൽ ലഹരി വസ്തുക്കൾ വന്ന് അടിയണത്. കഞ്ചാവ്, MDLA, ഹാഷിഷ് എല്ലാത്തിലും ഇവന്റെ കൈയുണ്ട്. ഇവ എന്തോന്ന് പറയണേ, ഇവ എങ്ങനെ ഈ കാർ എടുത്തത്? ഇവൻ കുറച്ചു നാള് ബാംഗ്ലൂർ ആയിരുന്നല്ലേ. നീ എന്തൊരു പറയണേ? 4 ഷോട്ട് അഭിനയിക്കാൻ എന്തൊരു 1 വർഷവും ഉള്ള കാര്യം തോന്നിയില്ലേ? തോന്നലല്ല, ഇത് കൺഫേമാ. നന്ദുവിന് കാര്യം മനസ്സിലായി. എന്റെ വേറൊരു സോഴ്സ് വഴി ഞാൻ ഇവന്റെ വേറൊരു കാര്യം കണ്ടുപിടിച്ച്. ഇവൻ പാലാരിവട്ടം പാലത്തിന്റെ താഴെ രാത്രി എന്തൊരു ഒരു പരിപാടിയുണ്ട്. നിങ്ങൾ അവന്റെ കണ്ണിരിക്കുന്ന കണ്ടോണ്ടാ, ചമന്ന കണ്ണ്. കണ്ണിനെ പറ്റിയൊക്കെ ഒരു സംസാരം. കണ്ണും മുഖമൊക്കെ അല്ലേടേ നിന്റെ ജീവിതം. ഫഹദ് ഫാസിലല്ലേ നീ? പിള്ളേരൊരു കാര്യം. ഏതോ ചിക്ക് കുടുങ്ങിയതത്. ഓടെയാ അവന് ബമ്പിള്, ടിൻഡർ, അരികെ, ദൂരം, മാട്രിമോണി ഒരു അക്കൗണ്ട് ഉണ്ട്. പിന്നല്ലാതെ കോളേജ് വെച്ചിട്ടേ പെമ്പിള്ളേര് പിറകെയല്ലേ. പിന്നെ ശരി, ഞാൻ വിളിക്കാം. എന്താശിക്കേ, ഓഫീസ് കോളായിരിക്കും. ഓഫീസ് കോള്. ഓഫീസ് കോള കുറച്ച് കൂടുന്നുണ്ട്. ഇപ്രാവശ്യത്തെ ഇലക്ഷൻ എന്തൊരു പരിപാടിയായിരുന്നില്ലേ? പിന്നെ വെളിയിൽ എങ്ങാനും പോയിരുന്നു സംസാരടേ. രാവിലെ കൊടുക്കണ്ട, നിങ്ങൾ പേടിക്കാ. ഇവന്റെ പരിപാടി മൊത്തം കടത്താണ്. കടത്താ? പിന്നെ സ്വർണ്ണക്കടത്ത്, ആയുധക്കടത്ത്, മണൽ കടത്ത്, പെണ്ണ് കടത്ത്. പെണ്ണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭാവിയിൽ പെണ്ണുണ്ടായേക്കാം. ഇവന്റെ കോണ്ടാക്ട്സ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇല്ല, ഞാൻ അന്യരുടെ പ്രൈവസി ഇടപെടാറില്ല. എന്നാ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇവിടെ മൊത്തം മാഫിയല്ലേ. ഇവൻ ചെറിയ സെറ്റപ്പ് ഒന്നുമല്ല, ചെറിയ മാഫിയ സെറ്റപ്പാ. ദാ കണ്ടില്ലേ? ഇവര് ചെറിയ പുഷ്പ. അല്ലാതെ അതിന് ലോഡറേ കൊടുക്കണമായിരുന്നു. എന്നാലേ നമുക്ക് എല്ലാവരും കൂടെ ഒന്ന് ആറ്റിപ്പോയാലേ? പോവാം. എടുത്തെടുത്തോ. വിളിച്ചില്ലല്ലോ. ആര് കുറവുണ്ടല്ലോ. എടാ നന്ദു എന്തോ ഓഫീസ് കാര്യമായിട്ട് മേലെ പോയിരിക്കാം. ഓഫീസിന്റെ കാര്യം ഈ നന്ദുവിനെ പറ്റി നിങ്ങൾക്ക് എന്താണ് അഭിപ്രായം? എന്റെ അഭിപ്രായം, രാവിലെ ആകുമ്പോ ബാഗ് എടുത്തോണ്ട് ഇറങ്ങും മെഡിക്കൽ റെപ്പൊന്നും പറഞ്ഞോണ്ട്. മെഡിക്കൽ റെപ്പ്. ഇവ ഇടയ്ക്കിടയ്ക്ക് മുംബൈ പോണൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടോ നിങ്ങൾ? മുംബൈ ഡോക്ടർ, മെഡിസിൻ, ഡ്രഗ്സ്. അത് ഡ്രഗ്സ്. ഇവനിതല്ലാതെ വേറെയും പരിപാടികളുണ്ട്. എനിക്ക് ഇടയ്ക്കിടയ്ക്ക് മരുന്നൊക്കെ കൊണ്ടുവന്ന് തരാറുണ്ട് നന്ദു. മരുന്നാ? ആ. അപ്പൊ നീ അവന്റെ ലാബറേറ്റ് ആണ്. ലാബറേറ്റാ? വേറെന്തൊക്കെ ഉണ്ട്? ഹോസ്പിറ്റലിൽ നേഴ്സുമാരുമായിട്ടുള്ള വഴിവിട്ട ബന്ധം മോർച്ചറിയുടെ അടുത്ത് വെച്ച് കണ്ടവരുമുണ്ട്. എന്തൊക്കെയുണ്ട് ആശാനെ, നമ്മളെയൊക്കെ മറന്നോ? ശവങ്ങളൊക്കെ വെച്ച് എന്തൊരു പരിപാടി. എന്നെ അവരത് ചെയ്യണോ? നമ്മളങ്ങനെ ചെയ്യോ? നമ്മുടെ കൂട്ടത്തിലെ കാവ്യാണ്ടായ ഓമന കുട്ടായി തുണി നനയ്ക്കണ നോക്ക്. ഒരാൾക്കൊരാളുടെ പ്രസ്ഥാനത്തിൽ വിശ്വസിക്കുന്ന റൈറ്റ്സ് ഒക്കെ ഉണ്ട്. എടാ അതിൽ തീവ്രം ഉണ്ടാവേ. നേരത്തെ ഇലക്ഷന്റെ കാര്യം പറഞ്ഞപ്പോ ആവശ്യം കണ്ടു. ഓരോടത്തും കൊറേ തൂക്കല്ലേ തൂക്കിയത്. അല്ലെങ്കിൽ അവൻ എന്നെ ഒരു പുച്ഛമാണ്. നീ ഏത് പാർട്ടി? വെറുതെ ഓരോ സാധനം അടിച്ചിറക്കണ. എനിക്ക് അവനെ എത്ര നാളോട്ട് അറിയാം? എനിക്ക് അവനെ കൊച്ചിലോട്ട് അറിയാം. അവൻ സ്നഗ് ഇടാൻ തുടങ്ങിയ കാലം തൊട്ട് അവന്റെ സ്നഗിന്റെ കളർ വരെ കാവ്യായിരുന്നു. എന്നും പറഞ്ഞത് സ്ട്രോങ് എവിഡൻസ് ഒന്നല്ലല്ലോ. അവൻ തിരുവനന്തപുരത്ത് പഠിക്കാൻ പോയിട്ട് എത്ര നാളായി? 5 വർഷമായി കാണുമല്ലോ. ഇപ്പോഴേ അവിടെ കോർപ്പറേഷൻ ഭരിക്കണതായിരിക്കും. കണ്ടാ അവനെ അങ്ങനെ തോന്നൂലല്ലോ. അത് നീ അവനെ ശ്രദ്ധിക്കാത്തോണ്ടാ. അവന്റെ ചേഷ്ടകൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അവനെ ഒന്ന് സൂക്ഷിച്ച് നോക്കി നോക്ക്. ചിത്രങ്ങളെ വാ.